അപ്പോൾ നമ്മൾ ഈ ഡോം എന്നുള്ള വിഷയത്തിനെ പറ്റി എൻ്റെ ടച്ച് പോയിരിക്കുകയാണ്. പണ്ട് പഠിച്ചതാണ്, ഞാൻ ഈ വിഷയം മുമ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇട്ടക്കിനെ പഠിച്ച ഓർമ്മയേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കുക, എല്ലാം ഞാൻ പൊടി തട്ടിയെടുക്കുകയാണ്. അല്ലാതെ നമുക്ക് വഴിയെ പഠിച്ച് പോകാം. അപ്പോൾ ഈ വിഷയം പഠിക്കണമെങ്കിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അറിയണം എന്നാണ് പറയുന്നത്. സൈഡിലൂടെ ധനിപ്പിക്കാം. അപ്പോൾ ഈ വിഷയം പഠിക്കണമെങ്കിൽ വാട്സപ്പ് വേണ്ട, ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കണം. ശരി, ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കാണുന്നില്ലേ സ്ക്രീൻ? ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ചുരുക്കാൻ എന്തെങ്കിലും ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്താൽ നന്നായിരിക്കും. കുറച്ചും കൂടി വേണമെങ്കിൽ വീതി ഇവിടെ ആക്കാം. പക്ഷെ ഫോണിൽ നോക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ EST എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കണം എന്നാണ് പറയുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അല്ല പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് കോഴ്സ് സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 5 CO കോഴ്സ് ഒബ്ജക്റ്റീവ്സ്, കോഴ്സിൻ്റെ ഔട്ട്കം കിട്ടും. ഈ ഒബ്ജക്റ്റീവ്സ് അവർ നേടിയെടുക്കും. അല്ലെങ്കിൽ കോഴ്സ് ഔട്ട്കം എന്ന് പറയാം. കോഴ്സ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തപ്പോൾ CO ഒബ്ജക്റ്റീവ് ഔട്ട്കം. ഡു എൻജിൻ ഫോഴ്സ് അനാലിസിസ്, എൻജിൻ്റെ ഫോഴ്സ് അനാലിസിസ് നടത്താൻ പറ്റും. ഡ്രോ ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം. അപ്പോൾ ഇനി വീണ്ടും പറയണോ അതിനെ പറ്റിയിട്ട്? ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എഴുതി പഠിച്ചാലേ നമ്മൾ മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഫോഴ്സ് അനാലിസിസ്, എന്തിൻ്റെ ഫോഴ്സ് അനാലിസിസ് ചെയ്യാൻ പറ്റും, എന്തിൻ്റെ എൻജിൻ്റെ. പിന്നെ ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം, ഏത് ഡയഗ്രാം? ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ കോഴ്സ് ഔട്ട്കം എന്താണ്? അനലൈസ് ഫ്രീ ആൻഡ് ഫോഴ്സ് വൈബ്രേഷൻസ് ഓഫ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ ഫ്രീ ആയിട്ടുള്ള വൈബ്രേഷനും ഫോഴ്സ്ഡ് ആയിട്ടുള്ള വൈബ്രേഷനും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഔട്ട്കം, ഒരു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വൈബ്രേറ്റിംഗ് സിസ്റ്റം, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള DOF, നമ്മളിങ്ങനെ ഡിഗ്രി ചെയ്താറുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം. അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ, ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എന്ത് നാച്ചുറൽ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിറ്റർമിൻ ആൻഡ് കാൽക്കുലേറ്റ് ദി സ്ട്രെസ്സസ് ഇൻ എ സ്ട്രക്ചറൽ മെമ്പർ ഡ്യൂ ടു കമ്പൈൻഡ് ലോഡിംഗ് വഴിയുള്ള സ്ട്രക്ചറൽ മെമ്പറിൽ കമ്പൈൻഡ് ലോഡിംഗ് വഴി ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ. അപ്പോൾ സ്ട്രെസ്സിന് നമ്മൾ സിഗ്മ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. 3 നന്നായി. നാലാമത്തെ ഒബ്ജക്റ്റീവ്, ഡിസൈൻ മെഷീൻ എലമെൻറ്റ്സ് സബ്ജക്റ്റഡ് ടു ഫാറ്റിക് ലോഡിംഗ്. ക്ഷീണം, വീണ്ടും ആവർത്തിച്ചിട്ട് ക്ഷീണം വരുന്ന ഫാറ്റിക് ലോഡിംഗ്. അതും പിന്നെ അത് മെഷീൻ എലമെൻറ്റ്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. കൂടാതെ റിവറ്റിനെ പറ്റിയും ഇതിൽ വരുന്നുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ടോപ്പിക്കും അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ആദ്യം എഞ്ചിൻ്റെ അനാലിസിസും കഴിഞ്ഞ് അവസാനമൊക്കെ ഇപ്പോൾ റിവറ്റിലേക്ക് കടന്നു. ഇനി അടുത്തത് വെൽഡഡ് ജോയിൻറ്റ്. അപ്പോൾ വെൽഡഡ് ജോയിൻറ്റിൻ്റെ ഡിസൈനും പിന്നെ സ്പ്രിങ്, എന്ത് സ്പ്രിങ് ആണ്? ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്, ക്ലോസ് കോയിൽഡ് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്, അതിൻ്റെ ഡിസൈൻ. ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന 5 കോഴ്സ് ഔട്ട്കം. ഇത് പഠിച്ചു കഴിഞ്ഞൊരു കുട്ടിക്ക് 5ഉം ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് പറയാം, അതിൻ്റെ ഓരോ മാപ്പിംഗ് നമുക്ക് പറഞ്ഞിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ
എക്സാമിന് വരുന്ന അല്ലെങ്കിൽ ടാക്സോണമി അത് നമുക്കിപ്പോൾ ആവശ്യം വരുന്നില്ല. പഠിക്കുന്ന സമയത്ത് ഇത് ആവശ്യം വരുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്കാണ് ആവശ്യം വരുന്നത്. നമുക്ക് പിന്നെ ഇതിലേക്ക് കിടക്കണം. അടുത്ത ടോപ്പിക്ക് ഇതിലേക്ക് കിടക്കാം. കോഴ്സ് ഔട്ട്കമ്മിൽ ഏതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.